ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഒരു വെബ്സൈറ്റ് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഹാക്കിംഗ് ഗ്രൂപ്പുകൾ ആക്റ്റീവാണ്. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈബർ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സൈറ്റുകൾ ഹാക്ക് ചെയ്യും, അവരിങ്ങോട്ട് റീ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മളത് തടയണം, നമ്മുടെ ഇന്ത്യൻ സൈബർ സ്പേസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ടുള്ളവർ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നൊരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, എന്നാലും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. പലരും കേട്ടിട്ടുണ്ടാവും ഗൂഗിൾ ക്യാച്ച് എന്ന മെത്തേഡ്. ഗൂഗിൾ ക്യാച്ച് എന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റ് അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ താഴെ ഗൂഗിൾ ക്യാച്ചയുടെ ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്യാച്ചയിൽ പോവുക. ഗൂഗിൾ ക്യാച്ചിൽ പോയി കഴിഞ്ഞാൽ സൈറ്റിൻ്റെ പേജ് ലോഡാവും. പേജ് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സൈറ്റിൻ്റെ കൊടുത്തേക്കുന്ന ഇമേജുകൾ അവർ അപ്ലോഡ് ചെയ്തേക്കുന്ന ഇമേജുകളെല്ലാം കാണും. അത് ഏതെങ്കിലും ഒരു ഇമേജ് റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് നിങ്ങൾ കോപ്പി, ഇമേജിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഇമേജിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് ആ ലിങ്ക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് അതിൽ ലാസ്റ്റ് വരുന്ന എക്സ്റ്റൻഷൻ മാറ്റി ഒഴിവാക്കിയിട്ട് ബാക്കി ഡയറക്ടറികൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അതായത് ചിലപ്പോൾ എക്സാമ്പിൾ www.com ഇന്ന site.com/upload/ ഇന്ന .php എന്നോ അല്ലെങ്കിൽ .jpeg എന്നോ എന്ന ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും അവസാനം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ എക്സ്റ്റൻഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി // അങ്ങനെയുള്ള ഡയറക്ടറി ഏതെങ്കിലും എടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേജ് ലോഡാവും. പേജ് ലോഡാകുമ്പോൾ അതിൽ പേരൻറ്റ് ഡയറക്ടറി ബാക്കിയുള്ള ഫയൽസും കാര്യങ്ങളും എല്ലാം ലോഡാവും. അതിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് കുറച്ച് നേരം ഇരുന്ന് മെനക്കെട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ അവർ ഏതെങ്കിലും അപ്ലോഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും PHP ഫയലോ ഷെല്ലോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അപ്ലോഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മളൊരു ഷെല്ലിട്ടിട്ട് അതുവഴി കയറി നമ്മൾ ഒന്നിൽ അവർ HTML ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇൻഡെക്സിലാണ് ഡിഫേസ് അടിച്ചേക്കുന്നതെങ്കിൽ index.php കാണും സൈറ്റിൻ്റെ. അതിൽ പോയിട്ട് അവരിട്ടേക്കുന്ന അവരുടെ ഡിഫേസിൻ്റെ HTML ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൻ്റെ HTML അപ്ലോഡ് ചെയ്യുക തിരിച്ച്. അല്ലെങ്കിൽ HTML ഫയലാണ് അവർ സിമ്പിളായിട്ട് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ ആ ഫയൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്ലോഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരിട്ട ഷെല്ലിൻ്റെ അത് അവിടെ കാണും, അത് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഒരു പക്ഷേ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അപ്ലോഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറുക. അപ്പോൾ ഇത് എല്ലാ സൈറ്റിലും അങ്ങനെ ഗൂഗിൾ ക്യാച്ച് വഴി നോക്കി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആ ഗൂഗിൾ ക്യാച്ച് വഴി റിക്കവർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, റിക്കവർ ചെയ്യേണ്ട സൈറ്റ് ഏതാണോ, അതായത് ഹാക്ക് ചെയ്യപ്പെട്ട സൈറ്റ് ഏതാണോ അതിൻ്റെ ലിങ്ക് എടുക്കുക. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീനിൽ ഡിഫേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ നിങ്ങൾ മേളിൽ 3 ഡോട്ട് കാണിക്കും. അവിടെ ഞെക്കിയിട്ട് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് വെർഷനിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സൈറ്റിൻ്റെ പേജ് ലോഡാവും. അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പിൽ കാണാം. അവിടെ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ക്യാച്ച് ഓപ്ഷൻ വരും. ഇവിടെ മലയാളത്തിലായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്, ഇംഗ്ലീഷിൽ ഗൂഗിൾ ക്യാച്ച് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാച്ചയിൽ നിങ്ങൾക്ക് സൈറ്റിൻ്റെ പേജ് ലോഡാവും. അപ്പോൾ ഇവിടെ ഇമേജസ് ഏതെങ്കിലും ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇമേജിൻ്റെ ലൊക്കേഷൻ എടുക്കുക. ഇല്ലെങ്കിൽ താഴോട്ടൊക്കെ ഫുള്ള് പോയി നോക്കിയിട്ട് അവിടെ പ്രോഡക്റ്റ്സ് കാണും, അവിടെ ഞെക്കിയിട്ട് ഇമേജ് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇമേജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് കൊടുത്തേക്കുന്നതിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കി എടുക്കുകയാണ്. റൈറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് സൈഡിൽ കാണും, അവിടെ ഞെക്കിയാൽ വ്യൂ ഇമേജ് കൊടുക്കുക. വ്യൂ ഇമേജ് കൊടുക്കുമ്പോൾ ലിങ്ക് നിങ്ങൾക്ക് മേളിൽ ലിങ്ക് ഏത് ഇമേജിൻ്റെ ആണോ അത് ലിങ്ക് ഓപ്പൺ ആകും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് .jpeg എന്നുള്ളതിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഡയറക്ടറി നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേരൻറ്റ് ഡയറക്ടറി ബാക്കി ഫോൾഡേഴ്സ് കാണാം. പേരൻറ്റ് ഡയറക്ടറി ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ അഡ്മിൻ്റെ ഫോൾഡർ കാണും, അതായത് സ്ലൈഡറിൻ്റെ ഫോൾഡർ കാണും. ബാക്കിയുള്ള ഏതാണോ ആ ഫയലിലുള്ളത് എല്ലാം അവിടെ കാണും. അപ്പോൾ അതിൽ ഞാനിവിടെ സ്ലൈഡർ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കല്ലെന്നുണ്ടെങ്കിൽ വേറെ സ്കൂളിൽ സെർച്ച് ചെയ്തിരുന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡയറക്ടറി ഞാൻ സ്ലൈഡർ ഓപ്പൺ ആക്കിയപ്പോൾ കാണുന്നത് doggy.php, പിന്നെ അതിൻ്റെ താഴെ up.php. doggy.php എന്നുള്ളത് ഹാക്കർ ഇട്ട ഷെല്ലാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ്ട് ഏത് ഷെല്ലാണ് അതിൻ്റെ പേരും കാര്യങ്ങളും കാണാം. ഡെവിൽ കില്ലർ ഈസ് ഹിയർ മിനി ഷെൽ, അത് സൈസ് കുറഞ്ഞൊരു ഷെല്ലാണ്. അപ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെല്ല് അപ്ലോഡ് ആവുന്ന ഡയറക്ടറി കണ്ടുപിടിച്ചിട്ട് അവിടെ .ht ആക്സസ് ഇട്ട് ആ ഡയറക്ടറി അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അഡ്മിൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാക്കേഴ്സ് ഈ ഷെല്ലിടുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് ഒക്കെ മോഡിഫൈ ചെയ്യും. അപ്പം ഡേറ്റ് ഒക്കെ മോഡിഫൈ ചെയ്തിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അഡ്മിൻസ് പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഭാഗമായിട്ട് ചിലപ്പോൾ ഇന്ന ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന സൈസിൽ കൂടുതൽ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PHP ഫയൽ സൈസ് കുറഞ്ഞതും ഇമേജ് ടൈപ്പും ഒക്കെ ഷെല്ലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം.
പിന്നെ വേറൊരു മെത്തേഡ് ഇത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് IP ലുക്കപ്പാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ സൈറ്റിൽ പോയിട്ട് റിവേഴ്സ് IP ലുക്ക് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഹാക്ക് ബാറിൽ ആ ഓപ്ഷൻ ഉണ്ട്. ഹാക്ക് ബാർ ഉള്ളവർക്ക് അതുവഴി നോക്കാം. അപ്പോൾ ഏതാണോ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത് ആ സൈറ്റ് എടുത്തിട്ട് റിവേഴ്സ് IP യിലേക്ക് നോക്കുക. ആ IP യിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള വേറെ ഡൊമൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. അതിലേതെങ്കിലും വൾണറബിലിറ്റി ആയിട്ടുള്ള പിഴവ് കണ്ടുപിടിച്ചിട്ട് അതിലേതെങ്കിലും വൾണറബിൾ സൈറ്റ് ഉണ്ടെങ്കിൽ അതുവഴി ഈ ഷെല്ലിട്ടിട്ട് നിങ്ങൾക്ക് മറ്റേ സൈറ്റ് റിക്കവർ ചെയ്യാം. അപ്പോൾ ഇത് ഗൂഗിൾ ക്യാച്ചയും റിവേഴ്സ് IP ആണ്. ഈ 2 മെത്തേഡാണ് സിമ്പിളായിട്ടുള്ള ഇത് റിക്കവർ ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വളരെയധികം നമ്മുടെ ഇന്ത്യൻ സൈബർ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ഹാക്കിംഗ് എന്നുള്ളൊരു കാര്യം ദുരുപയോഗപ്പെടുത്താതിരിക്കുക, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ താങ്ക് യു.